ഖേദിച്ചു ചാവതിനന്തവകാശം കവികളെ. ശക്രാതനയനാനൂജനാം അംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൾ, എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം, ഞാനിതിനെ നീനാളാണെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കു ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചെന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൾ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി, ചാടാമിരൂപതെനിക്കു മറ്റൊരു കവി. 30 ചാടാമെനിക്കെന്നു വരുന്നവരനോ അപ്പടി 40 മറ്റേവനും. 50 60 70 80 ചാടാമെനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമിനിക്കേന്നെ അർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മളിലാർക്കും കടക്കാവതാലിക്കടൽ മർക്കട വീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്ദനായി 3 അടിയാളായളക്കും വിധവും. യൗവനാകാലെ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനൻ. വാർദ്ധക്യഗ്രന്ഥസ്ഥനായേ നിദാനിം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാം. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോടമത്ഭുതമെത്രയും. ഇത്താമാത്മജന്മാർ ചെന്നതു കേട്ടതീനുത്തരം വൃത്താരിപുത്രനും ചൊല്ലിനാൾ, അങ്ങോട്ടു ചാടാമെനിക്കൊന്നു നിർണയം. ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർത്ഥ്യമില്ല മറ്റൊരുക്കുമെന്നാകിലും സാമർത്ഥ്യമുണ്ടോ ഭവാനിധീനെങ്കിലും. ഭൃത്യജനങ്ങളെയൊക്കെയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേവരു ആർക്കുമേയില്ല. സാമർത്ഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കതല്ലൂ വയം. താരയദേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ, എന്തോ ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ. കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയു മുണ്ടവൻ നമ്മോടു തുല്യൻ. ബലവേഗമോർക്കിലോം കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനും. പുത്രനായ അഞ്ജന പെറ്റവാളവയൊരു സദ്ഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായ വാനീലഞ്ജസാജാതനായി വീണ നേരം ഭവാൻ. 500 യോജനാമേൽപോച്ചു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡാകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടേ കണ്ടു നീ. പൊക്കാവലമെന്നോർത്തു ഭക്ഷിപ്പാനൊടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും. ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ. ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടു മുൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാൻ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നും കൽപ്പിച്ചിതളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൽ നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുരുകയാൽ
ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതൂ രാഘവ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ. ത്വൽബലവീരവേഗങ്ങൾ വർണ്ണിപ്പതിൻ നിപ്രപഞ്ചത്തിങ്കലർക്കുമാമല്ലടോ. ഇത്വം വിധിസുതൻ ചൊന്ന നേരം വായു പുത്രനോ മുസ്തായ സത്വരം പ്രീതനായി. ബ്രഹ്മാണ്ടമാശു കുലുങ്കുമാറുന്നവൻ സമ്മതാൻ സിംഹനാദം ചെയ്തരുളിനാൻ. വാനരമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധാരാകാരനായി നിന്നു ചൊല്ലിനാൽ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കീക്ഷണാൽ. രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാനെന്നുമേ. അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ. ചിത്രകൂടത്തോടും ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിയിടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുത. ആരൂഢ കൗതുകം ചൊല്ലിനാൾ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ. രാവനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസിനെ രാഘവൻ. വിക്രമം കാട്ടുവാനന്നേരമാവല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടതീകേതവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗരിയെപ്പോലെ നിന്നു വിളങ്ങിനാൽ. ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തെയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. സുന്ദരകാന്ഡം. സകല സുഖകുല വിമല തിലകിത കളേഭരേം സാരസപീയൂഷ സാരസർവസ്വമേ. കഥയ മമ കഥകളിത് സാരഥം. കാകുൽത്തലീലകൾ കേട്ടാൽ മതിവരാം. കിളിമകളോടതി സരസാമിനി രഘുകുലാധിപൻ കീർത്തികേറ്റിടുവാൻ ചോദിച്ചനന്തരം. കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൾ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരസുതയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു. സമുദ്രലംഘനം. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചൊല്ലുവാൻ മാരുതി.